തെരഞ്ഞെടുപ്പ് ഫലത്തെ ജനത്തിൻ്റെ വിജയമായിട്ടാണ് കാണുന്നത്. ഞങ്ങളെപ്പോലുള്ളവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിജയമായിട്ട് ഒന്നും ഇതിനെ കാണുന്നില്ല. കേരളത്തിലെ ജനം അവർ വിവേകത്തോടെ പ്രവർത്തിക്കുന്നവരാണെന്നും ജനത്തെ ആര് പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും അവരെ ജനത്തിൻ്റെ ഊഴം വരുമ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുമെന്നുള്ളതിൻ്റെ കറക്റ്റ് ഒരു വേ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. LDF, UDF, NDA ജയിച്ചു തോറ്റു എന്ന് പറയുന്നതിനപ്പുറമായി കേരളത്തിലെ ജനത്തിനൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിനൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് അവരെ ആരും ഒരിക്കലും പരാജയപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജയിച്ചു വരുന്നവർ പരാജയപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അധിക നാളെ നിൽക്കുകയില്ല എന്നുള്ള ഒരടയാളമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ആരും അങ്ങനെ പറയേണ്ട എന്നാണോ? അത് ജനങ്ങൾക്കുള്ളതാണെന്നാണ്? ക്രെഡിറ്റ് ജനത്തിൻ്റെതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ തീർച്ചയായിട്ടും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ ജയത്തിന് വേണ്ടി. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ജനത്തിന് അവർ വിദ്യാഭ്യാസവും വിവരവും വിവേകമുള്ളവരാകുന്നു എന്ന് ചില സമയത്ത് തെളിയിക്കും. ഇപ്പം നിങ്ങൾ വന്ന് എന്നോട് ഇന്നാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യല്ല. അത് ജനത്തിൻ്റെ ഒരു രീതിയുണ്ട്. അവരനുഭവിക്കുന്ന സന്തോഷവും അവരനുഭവിക്കുന്ന വ്യതകളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയാണ് ജനം സാധാരണഗതി പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് വേണം കാണാൻ. ഓഫ് കോഴ്സ് ഇപ്പോൾ ജയിച്ചു വന്നത് UDF ആയതുകൊണ്ട് UDFലെ നേതാക്കന്മാർക്ക് ക്രെഡിറ്റ് ഏറ്റെടുക്കാം. പക്ഷെ അതിനപ്പുറമായി ഇത് ജനത്തിൻ്റെ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ വളരെ സജീവമായി നടക്കുകയാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട 3 നേതാക്കൾ പേര് കേന്ദ്രീകരിച്ചാണ്. അതിലെന്തെങ്കിലും തരത്തിലേക്കുള്ള താല്പര്യങ്ങൾ സഭയ്ക്കുണ്ടോ? ആരെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പേരിലേക്കോ എന്തെങ്കിലും? സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം കാണിക്കേണ്ട കാര്യം ഇവിടെ ഇല്ലല്ലോ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജനം തെരഞ്ഞെടുപ്പ് നടത്തി ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു അലയൻസിനെ ജയിപ്പിച്ചെടുത്തു. ആ ജയിപ്പിച്ചെടുത്ത അവർ വേണം ആരാണ് മുഖ്യമന്ത്രിയാകുന്നു എന്ന് നിശ്ചയിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു സഭയോ സമുദായമോ സംഘടനയോ അല്ലല്ലോ ആര് മുഖ്യമന്ത്രിയാകണം എന്ന് പറയേണ്ടത്. പക്ഷേ അവർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കഴിഞ്ഞപ്പോൾ അവരാണോ അതോ മാധ്യമങ്ങളോട് വരുന്ന വെറും വാർത്തകളാണോ എന്ന് അറിയാൻ മേല സമൂഹത്തിൽ എന്തോ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എന്തോ ഒരു ബഹളങ്ങൾ ഇങ്ങനെ നടക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആലിപ്പഴം പഴുക്കുമ്പം കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ഏകദേശം അതേ പ്രവണതയാണ് സമയത്ത് കാണുന്നത്. ഞങ്ങൾ ജയിച്ചു എന്നതുകൊണ്ട് ജനത്തെ ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ടാക്കി ബുദ്ധിമുട്ടിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് ജയിച്ചവരും മനസ്സിലാക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രി പരിഗണനയിലുള്ളവരെ ജയിച്ചു വരാത്തവർ പോലും ആ പേരുകളിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റുകളിലേക്ക് മത്സരിക്കാൻ വേണ്ടി കുറച്ച് പേര് വന്നപ്പോൾ ആ പാർട്ടി ഒരു തീരുമാനം എടുത്തിരുന്നു. ആ പാർട്ടി ഒരു തീരുമാനം എടുത്തു. അത് ശക്തമായ തീരുമാനമായിട്ട് തോന്നി. അതനുസരിച്ച് പ്രവർത്തിച്ചു. ആ തീരുമാനം കൃത്യമായി പാലിക്കാനായിട്ട് പാർട്ടി പഠിക്കുക. അതല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നൊരു വിഷയമല്ല. നമ്മളൊരു പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത്. അത് അവർ പറയുന്നതാണോ സമൂഹത്തിൽ ഓരോരുത്തർ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പറയാൻ അറിയാൻ മേല. ഞങ്ങൾ കാണുന്ന കാഴ്ചയാണ് ഞാനീ പറയുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യങ്ങളും മറ്റതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ പേരിലൊരു വീണ്ടും ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രവണതയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്. സഭാവിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ചില കഴിഞ്ഞ മന്ത്രിസഭയിൽ സഭയ്ക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സഭാവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ മന്ത്രിസഭാ രൂപീകരണത്തിൽ അങ്ങനെ സഭയ്ക്ക് ഒരു പ്രാതിനിധ്യം ലഭിക്കണമെന്നൊരു ഞാനൊരു സഭയിലെ അംഗവും ഒരു സഭയിലെ മെത്രാപ്പോലീത്ത നിലയ്ക്ക് എപ്പോഴും സഭയിലെ അംഗങ്ങൾ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനകത്തൊരു ആഗ്രഹം കാണത്തില്ലേ? ഒരു പൊതു ആഗ്രഹമാണ്. പക്ഷേ സഭയല്ലല്ലോ അത് പറയേണ്ടത്. സഭ അത് പറയത്തുമില്ല, ആരോട് ഡിമാൻഡ് ചെയ്യത്തുമില്ല. കാരണം ഒരു സഭയെ മാത്രമല്ല അതിനകത്തുള്ളത്, ഒരു സമുദായം മാത്രമല്ല അതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ചുമതലപ്പെട്ടവർ വ്യക്തമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഈ കാര്യത്തിലൊക്കെ പറയുന്നത്. കഴിഞ്ഞ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സഭയ്ക്ക് ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോൾ കൂടെ കഴിഞ്ഞ ഭരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഭരണം എന്ന് ഉദ്ദേശിച്ചാൽ 2 ടേമായിരുന്നല്ലോ കഴിഞ്ഞ ഭരണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഒരു ഭരണകാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തോടൊപ്പം കുറച്ച് പക്വതയുള്ള ക്യാബിനറ്റ് അംഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു അത്യാവശ്യം ബാലൻസോടുകൂടിയൊക്കെ പോയതായിട്ട് തോന്നിയതാണ് പിന്നെ അവർക്ക് സഹായകരമായ 1-2 വിഷയങ്ങളൂടെ വന്നു. കോവിഡിൻ്റെ കാലഘട്ടവും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക കാലഘട്ടവും ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് ചില സഹായങ്ങളും അവർക്ക് തുടർന്ന് വരാനുള്ള കാലഘട്ടം ഉണ്ടായി. എന്നാൽ രണ്ടാമത്തെ ടേം വന്നപ്പോഴേക്കും
കംപ്ലീറ്റ്ലി അപ്സൈഡ് ഡൗൺ ആകുന്ന ചില കാഴ്ചകളാണ് ഓരോ ദിവസവും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നത്. ഒരു ജനാധിപത്യ സംസ്ഥാനമാണോ നമ്മുടേത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ശൈലി ആയിരുന്നില്ല ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണകാലം എന്ന് പറയേണ്ടി വരും. അത് എന്നേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് LDF ഉള്ളവരും വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സഭ ഉന്നയിച്ച സഭ എപ്പോഴും ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള നീതിയാണ് എപ്പോഴും സഭ ആഗ്രഹിക്കുന്നത്. അത് നടപ്പിലാക്കുന്നതിന് ഒരു നിശ്ചയദാർഢ്യമുള്ള ഭരണകൂടമാണെങ്കിൽ ഒരു പാടുമില്ല. കാരണം ബഹുമാനപ്പെട്ട കോടതികളൊക്കെ കൃത്യമായ വിധി നൽകിയിട്ടുണ്ട്. ശബരിമലയിലെ വിധി നടപ്പിലാക്കുന്നതിന് അത് പ്രത്യേകിച്ച് ആചാര സംബന്ധമായൊരു കാര്യമായിട്ട് പോലും ഭയങ്കര വ്യഗ്രത കാണിച്ച ഒരു ഭരണകൂടമാണ് ഈ ഇപ്പോൾ മാറിപ്പോകുന്ന ഭരണകൂടം എന്നത്. എന്നാൽ മലങ്കര സഭയുടെ കേസ് വന്നപ്പോൾ അത് ഒച്ചഴയ്ക്കുന്നതിനേക്കാൾ എങ്ങനെ വേഗത കുറയ്ക്കാമോ വേഗത കുറച്ചു, നടപ്പിലാക്കാൻ വേഗത കുറച്ചു എന്ന് മാത്രമല്ല ഈ നിയമ ആനുകൂല്യമില്ലാത്തവർക്ക് വേണ്ടതായ സഹായങ്ങൾ പ്രത്യക്ഷമായും ചെയ്തു കൊടുത്തത് മാത്രമല്ല നിയമ ആനുകൂല്യമുള്ളവരെ പരസ്യമായി പലയിടത്തും അവഹേളിക്കുന്ന കാഴ്ചയും കാണുവാനായി ഇടയായി എന്നുള്ളതാണ് സഭാവിഷയമായിട്ട്. ഞങ്ങൾ ഒരു സർക്കാരിനോടും അങ്ങനെ ചിന്തിക്കണം ഇങ്ങനെ പറയുന്നില്ല. നിയമം ആരുടെ കൂടെയാണോ അവരുടെ കൂടെ സർക്കാർ നിൽക്കണം. നമ്മളൊരു ഭാരതത്തിലെ ഒരു ഭരണഘടന അനുസരിച്ച് പോകുന്നവരാണല്ലോ. ഭാരതത്തിലെ ഭരണഘടന അനുസരിച്ച് പോകുന്നവരായതുകൊണ്ട് തന്നെ എനിക്ക് ആനുകൂല്യം വേണമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് ലഭിക്കേണ്ട അവകാശമുണ്ട്. ഞാനൊരു നിയമത്തിൻ്റെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ ആ ലഭിക്കേണ്ട അവകാശം കൃത്യമായിട്ട് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. അപ്പം UDF സർക്കാർ വന്നാലും LDF സർക്കാർ വന്നാലും NDA സർക്കാർ വന്നാലും അവർ കൃത്യമായും കാര്യങ്ങൾ അപഗ്രഥിച്ച് പഠിച്ച് കൃത്യമായി നിർവഹിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം മലങ്കര സഭ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നിട്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം പലയിടങ്ങളിൽ പല സമയങ്ങളിൽ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ കുറച്ച് വോട്ട് ബാങ്ക് കൊണ്ടാണ് അത് ഉണ്ടാകുന്നതാണ് പൊതുസംസാരം. ഞങ്ങളങ്ങനെ പറയാറില്ല, പൊതുസംസാരം. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലും ഒന്ന് പച്ച തൊടാനായിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ഇറങ്ങിപ്പോകുന്ന ഭരണകൂടത്തിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കണം. എന്നാൽ കോട്ടയം മുതൽ തെക്കോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം വേണ്ടവർക്കൊക്കെ ജനം കൃത്യമായി നൽകിയിട്ടുണ്ട്. സഭാംഗങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും കൃത്യമായി അതിനോട് പ്രതികരിച്ചതായിട്ട് കാണുന്നുണ്ട്. ചിലയിടത്ത് തോൽപ്പിക്കുന്നിടത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. അത് UDF ആയാലും LDF ആയാലും. ആറന്മുളയിലെ ഫലത്തെ അവിടുത്തെ വോട്ടർമാർ എങ്ങനെ കണ്ടു അത് കേരളത്തിലെ ജനം സന്തോഷത്തിൽ സ്വീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ വോട്ടർമാർ വളരെ കൃത്യമായിട്ട് ആറന്മുള ഫലത്തിന് ഫലം ഉണ്ടാക്കി കൊടുത്തു. അത് തന്നെയാണ് നമ്മുടെ ഈ ഫലം. അതിൽ കൂടുതൽ ഇനിയിപ്പോൾ എന്താ പറയുന്നത്? MP മത്സരിക്കേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് ആദ്യം എടുത്തു. ഇപ്പോൾ അങ്ങനെ ഒരു MP ആയ ഒരാള് അതല്ലെങ്കിൽ MLA ജയിച്ച് വരാത്ത ഒരാള് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു തെറ്റായ പ്രവണതയാവില്ലേ? നമ്മുടെ ഇവിടുത്തെ നിയമസഭ സംവിധാനങ്ങൾ അതിന് അനുവദനീയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. MP ആയാലും ആരായാലും ഇങ്ങനെ വരാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പാരഡോക്സ് കാണുന്നുണ്ട്. പാരഡോക്സ് എന്ന് പറയുന്നത് മത്സരിക്കേണ്ട MP മാരും മത്സരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനമെടുത്തു. അതിനുശേഷം പിന്നെ ജയിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു MP പേര് കൂടി ഇതിനകത്ത് കേൾക്കുന്നു. നല്ലതായിരിക്കും പാർട്ടി എടുക്കുന്ന തീരുമാനം. പക്ഷേ ജനം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജനം ഒരു വിവേകമുള്ള ജനമായതുകൊണ്ട് ഇതിനെയൊക്കെ എങ്ങനെ കാണും എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. BJP-യുടെ ഒന്നുമില്ലാത്തടത്ത് അവർ 3 സീറ്റ് നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിശയകരമാണ്. അത് സന്തോഷകരമാണ്. അതൊരു പാർട്ടിയാണല്ലോ, NDA ഒരു പാർട്ടിയാണല്ലോ. നമ്മൾ അവരെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അവർക്ക് വോട്ട് ശതമാനം ഇച്ചിരി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ കുറച്ചുകൂടെ സീറ്റ് വർധനയും മറ്റു കാര്യങ്ങളൊക്കെ BJP-ക്കും NDA-ക്കും ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഈ ക്രൈസ്തവർക്കെതിരെയുള്ള കേരളത്തിലുള്ള മാത്രമല്ല കേരളത്തിന് പുറത്തൊക്കെ ഉള്ളതായ ആക്രമണ മനോഭാവങ്ങൾ ക്രൈസ്തവർക്കെതിരെ മാത്രമല്ല മതന്യൂനപക്ഷങ്ങളെ പലരെയും ഉപദ്രവിക്കുന്ന ഒരു രീതി പലയിടത്തും കാണുന്നുണ്ട്. പിന്നെ FCRA പോലെയുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇലക്ഷനോടനുബന്ധിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോൾ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സെറ്റ് ബാക്ക് അതിലും സംഭവിച്ച് കാണുമെന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ കുറച്ച് സീറ്റ് കൂടി NDA-ക്ക് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഈ 2017 സുപ്രീം കോടതി വിധിയിലൂടെ സഭ ഒന്നാകേണ്ടതായിരുന്നു, പക്ഷെ അതിനെ അട്ടിമറിച്ചത് ഇടത് സർക്കാരായിരുന്നു. 2017 വിധി എന്ന് പറയുന്നത് 1995 ഉണ്ടായ വിധിയുടെ ഒരു തുടർപത്രമാണ്.
1995 മുതൽ തന്നെ സഭ ഒന്നാകണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സഭയോടുള്ള നിയോഗം. പക്ഷേ അത് നടപ്പിലാക്കേണ്ടത് ഭരണവർഗ്ഗങ്ങളാണ്. നമുക്ക് ഭരണകൂടം നടപ്പിലാക്കി തന്നില്ലേ നമുക്ക് പ്രയാസമാണ്. പക്ഷേ അത് നടപ്പിലായി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം നടക്കത്തില്ല എന്ന് ഭരണകൂടത്തിലിരിക്കുന്ന ചിലർക്കൊക്കെ തോന്നുന്നുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ UDF വന്നതോടുകൂടി ഒത്തുചേരൽ ഉണ്ടാവുമോ? ഞാനത് മുമ്പേ പറഞ്ഞല്ലോ, UDF വന്നാലും LDF വന്നാലും അവർ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് നീതി എവിടെയാണ്, നിയമം എവിടെയാണ് അനുകൂലം എന്നുള്ളത് നോക്കി പെരുമാറി കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് തീരുന്നതേ ഉള്ളൂ. അത് ഒരു വോട്ട് ബാങ്കും നോട്ട് ബാങ്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഇതൊന്നും നടക്കുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്. അത് ഏത് രീതിയിലാണ് ഇതൊക്കെ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള ചില ശൈലികൾ നമ്മുടെ നാട്ടിലുണ്ട്, അങ്ങനെയുള്ള സംസാരങ്ങൾ നാട്ടിലുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാബു ജേക്കബ് നടത്തിയ നീക്കങ്ങളെയൊക്കെ എങ്ങനെയാണ് സഭ കാണുന്നത്? സാബു ജേക്കബ് അന്തരീക്ഷത്തിൽ പറഞ്ഞതല്ലാതെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയോട് ഇതുവരെ അത് സംബന്ധിച്ച് ഒരിടത്തും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി വന്നൊന്ന് കണ്ടു എന്നുള്ളതിനപ്പുറമായി കണ്ടത് സഭാവിഷയം പറയുന്നതിന് വേണ്ടിയല്ല. ഒരു സാധാരണ അദ്ദേഹം യാക്കോബായ സഭയിലെന്ന് പറയാൻ ഒക്കല്ലേ, യാക്കോബായ ഞങ്ങളുടെ തന്നെ സഹോദരനായ ഒരാളാണ്. അദ്ദേഹം ആ രീതിയിൽ വന്ന് പരിശുദ്ധ ബാബ തിരുമേനിയെ കണ്ടു. പക്ഷേ ബാബ തിരുമേനിയോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പോലും ഇത് സംബന്ധിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. സംസാരിക്കാത്ത ഒരാൾ അന്തരീക്ഷത്തിലൂടെ ഓരോന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾ എന്താണ് അതിന് മറുപടി പറയേണ്ടത്? പ്രതിപക്ഷ നേതാവെന്നിരിക്കെ ഇപ്പോൾ സഭാ സ്ഥാനത്തെ VD സതീശനൊക്കെ നിങ്ങൾ കേട്ട ഒരാളാണ്. ഒരു മുഖ്യമന്ത്രി നിലയ്ക്ക് സതീശൻ കഴിവിറ്റ ഒരാളാണ് എന്ന് തോന്നുന്നുണ്ടോ? ഈ ഇപ്പം ഭരണപക്ഷത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ MLA-മാരും കഴിവുള്ളവരാണെന്ന് ജനം തെളിയിച്ചതുകൊണ്ടാണല്ലോ അവർ വന്നിരിക്കുന്നത്. അവരുടെ പാർലമെൻ്ററി പാർട്ടി കൂടി കൃത്യമായിട്ട് അവരുടെ നിയമം അനുസരിച്ച് അവർ തിരഞ്ഞെടുക്കണം. തീർച്ചയായിട്ടും VD സതീശൻ ചില പ്രവചനങ്ങളൊക്കെ നടത്തി, അതൊക്കെ നടന്നു. നമുക്ക് പറയാൻ നിഷേധിക്കാൻ ഒക്കുന്ന കാര്യമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. VD സതീശന് യോഗ്യനാണ്, രമേശ് ചെന്നിത്തലയും യോഗ്യനാണ്, മറ്റേ വേണുഗോപാലും യോഗ്യൻ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞേ അതിനൊരു തത്വമുണ്ട്. ആ തത്വം പാലിച്ചു പോകാനായിട്ട് അവരുടെ പാർട്ടിയും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന MLA-മാരും MP-മാരും എല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ച് സമൂഹത്തെ പരാജയപ്പെടുത്തരുത്. ജനത്തെ പരാജയപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് ഒരു നല്ല തീരുമാനം എടുത്ത് പോകാനുള്ള വിവേകം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്.